ഹായ് മകളേടാ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അപ്ലൈ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങിയവരായാലും ഇനി പഠിക്കാനിരിക്കുന്നവരായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് ഇനിയുള്ള ദിവസം കൊണ്ട് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിനി ഇത് നേടാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, പൂർണ്ണമായിട്ടും കണ്ടാലേ ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നോക്കിയേ, നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ എത്രയെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു 80 ഡേയ്സോളം കിട്ടും. കാരണം ഈ വരുന്ന പരീക്ഷ, നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷ നമുക്ക് ഓഗസ്റ്റ് ഒക്ടോബർ കലണ്ടറിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ മെയ് മാസമായി, മെയ്യിൽ നിന്ന് ഓഗസ്റ്റിലേക്കുള്ള ദൂരം അധികം ഇല്ല. നമുക്ക് ഏകദേശം ഒരു 80 ഡേയ്സ് കിട്ടും അല്ലെ. ആ 80 ഡേയ്സ് കൊണ്ട് എങ്ങനെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണോ, അല്ലെങ്കിൽ ആ സിലബസ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണോ, എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ 80 ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ എക്സാമിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു ജനറൽ PSC എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലാഘവത്തോടെ നമുക്ക് പോയി എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതേ ഒരു മൈൻഡ് സെറ്റോടെ പോയി എഴുതാൻ പറ്റുന്ന എക്സാം അല്ല ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാം എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം സിലബസ് തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ള സയൻസ് സബ്ജക്ട്സും അതുപോലെ കമ്പ്യൂട്ടറുമാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ആ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം എന്താണ് പോസ്റ്റ് എന്നുള്ള കാര്യവും, അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ സാലറിയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിൽ ചെയ്യുന്നത്, ഏകദേശം 50,000 മുകളിൽ സ്റ്റാർട്ടിംഗ് സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു യൂണിഫോംഡ് പോസ്റ്റ് ആണ്. നോക്കി, അതിൽ ആ ജോലിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി എക്സാമിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. എത്രത്തോളം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും, എത്രത്തോളം അളവിൽ നമ്മൾ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ട അല്ലെ, ഏതൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അപ്പൊ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പൂർണ്ണമായ തോതിൽ മനസ്സിലാക്കുക. ഓക്കെ, കാരണം നമ്മളിപ്പോ എന്താ പറയാ, PSCയുടെ സൈറ്റിൽ നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വന്നു, നമുക്ക് അതിനകത്ത് എലിജിബിൾ ആണ്, നമ്മൾ വെറുതെ അപ്ലൈ ചെയ്തു. അങ്ങനെ മാത്രം ആവരുത് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അതിന്റെ പോസ്റ്റിനെ മനസ്സിലാക്കുക, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യബോധം ഉണ്ടാവും, കറക്റ്റ് പാത്ത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ എക്സാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് മനസ്സിലാക്കേണ്ട സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടത്? ശരി, PSC പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു, ഞാനും അപ്ലൈ ചെയ്തു, എല്ലാവരും അപ്ലൈ ചെയ്തു, അത് ആ കൂട്ടത്തിൽ ഞാനും ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് വെറുതെ പോയി പരീക്ഷ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ മിക്കവാറും ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ചാൻസ് ആണ് നമ്മളവിടെ നഷ്ടപ്പെടുത്തി കളയുന്നുള്ള കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ ഓരോ എക്സാമും ഓരോ ചാൻസ് ആണ്. നമ്മുടെ ലൈഫ് സെറ്റ് ആക്കാനുള്ള ഒരു ചാൻസ് ആണ് നമ്മൾ മിസ്സാക്കുന്നത്. അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാമിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അതിന്റെ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കകത്ത് നമുക്ക് ഫിസിക്സ് പഠിക്കാനുണ്ട്, കെമിസ്ട്രി പഠിക്കാനുണ്ട്, ബേസിക്സ് ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ട്, മാത്സ് പഠിക്കാനുണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ പഠിക്കാനുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറിൽ നമ്മുടെ എന്താ പറയാ, ബേസിക് IT റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പരീക്ഷ നേടേണ്ടത്. അപ്പൊ നോക്കിയടാ, ഈ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ഇലക്ട്രോണിക്സ്, മാത്സ്, അതായത് സാധാരണ നമ്മൾ ജനറൽ PSC എക്സാമിന് പഠിക്കുന്ന QAയും അതുപോലെയുള്ള ബേസിക് സയൻസും പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം നമ്മുടെ +2 ലെവൽ സിലബസ് പ്ലസ് ഒരു കുഞ്ഞ് അളവിൽ ആരും കൂടെ വന്നിട്ടുണ്ട് അതിനകത്ത്, ഡിഗ്രി ലെവൽ സിലബസും കൂടെ വന്നിട്ടുണ്ട്. ഈ ഡിഗ്രി ലെവലും +2 ലെവലും എന്ന് പറഞ്ഞാൽ PSCയുടെ +2 ലെവലും ഡിഗ്രി ലെവൽ എക്സാമും അല്ല. നമ്മൾ +2 പഠിക്കില്ല, ഹയർ സെക്കൻഡറി പഠിക്കുന്നില്ലേ, +1 +2 പഠിക്കുന്നത്, അതിനകത്ത് വരുന്ന കണ്ടന്റ്, അതുപോലെ അതാണ് മേജർ കണ്ടന്റ് അത് തന്നെയാണ് അതിനകത്ത്. പിന്നെ നമ്മുടെ ബാച്ചിലർ ഡിഗ്രി പഠിക്കുന്ന, അതിനകത്ത് ഇപ്പൊ മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ഒക്കെ മെയിൻ എടുത്ത് പഠിക്കുന്ന, അല്ലെങ്കിൽ ആ സബ്ജക്ട്സ് പഠിക്കുന്ന ആൾക്കാർക്ക്, പ്ലസ് BTech ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിലബസ് ആണ് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിലബസ് അല്ല, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് എത്ര ദിവസങ്ങളുണ്ട്, എത്ര ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ എത്രയാണെന്നുള്ളത് കൗണ്ട് ചെയ്യുക. സിലബസ് അറിഞ്ഞു, അപ്പൊ ഇനി ആ സിലബസ് പഠിച്ചു തീർക്കണമെങ്കിലുള്ള ദിവസം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങൾ വേണം. അപ്പൊ നോക്കിയേ, നമ്മുടെ മുന്നിൽ ഇപ്പൊ മെയ് മാസമായി, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, അതുപോലെ ഓഗസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ മെയ്യിൽ നമുക്കൊരു ഏകദേശം 20 ഡേയ്സ് കൂട്ടാം, ജൂണിൽ ഒരു 30 ഡേയ്സ്, ജൂലൈയിൽ ഒരു 31 ഡേയ്സ്.
ഓക്കെ. അപ്പൊ നമുക്ക് ഓഗസ്റ്റിൽ എപ്പോഴാണാലും ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരെയുള്ള കാലയളവിൽ എപ്പോഴാണ് വരാം. അവിടെ കിട്ടുന്ന ഓഗസ്റ്റിലല്ല, ഇതിപ്പോ സെപ്റ്റംബറിലാണെങ്കിലും ഒക്ടോബറിലാണ് പരീക്ഷ വന്നാൽ അത് നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഡേയ്സ് ആണ്, നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് അല്ലെ. അത് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഡേയ്സ് ആണ്. ഓക്കെ. അവിടെ ഒരിക്കലും നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടാ, കാരണം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് നമ്മൾ സ്റ്റഡി പ്ലാൻ ഇട്ടത് സെപ്റ്റംബറിലാണ്, അത് നടക്കത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ ഉള്ളത് ഒരു റിവൈസ് ചെയ്യാനുള്ള ഒരു കാലയളവായിട്ട് നമുക്ക് നോക്കാം. ബാക്കി നമ്മുടെ മുന്നിലുള്ള ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ 30, 60, 70, 80, ഏകദേശം 80ഓളം ഡേയ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 80 ഡേയ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ 80 ഡേയ്സ് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോ നമ്മൾ കണ്ടു, എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുക, സിലബസ് അറിയുക, ഡേയ്സ് കൗണ്ട് ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെ ഒരു പ്ലാൻ, വേറൊരാളുടെ പ്ലാൻ ഒരിക്കലും നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഓരോന്നാണ്. വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടാവാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്താ പല പല സാഹചര്യങ്ങളുള്ള ആളാണ് അല്ലെ. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ തന്നെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലേ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരാളെ എടുത്തു വെച്ച് നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകണമെന്നില്ല, നമ്മുടെ പ്ലാൻ ബ്രേക്ക് ആവും. പ്ലാൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് അവിടെ ഇട്ടിട്ട് പോകും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ എക്സാമും ആ ജോലിയും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. അപ്പൊ നമ്മുടേതായിട്ടൊരു പ്ലാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, അവിടെ നിന്നാണ് നമ്മുടെ ആ പ്ലാൻ സക്സസ്ഫുൾ ആയി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക, നമ്മുടെ ജോബിലേക്ക് എന്ത് ചെയ്യുക, എത്തുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ. നോക്കടാ, നമുക്കൊരു സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ആ കാര്യം എങ്ങനെയാണ് നമ്മളത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കി, നമുക്ക് വീക്ക്ലി ടാർഗറ്റ്സ് ഉണ്ടാവണം. ഒരിക്കലും ഡെയിലി ടാർഗറ്റ്സ് മാത്രം വെച്ചിട്ട് നമ്മളൊരു പ്ലാനിലേക്ക് പോകരുത്. കാരണം ഡെയിലി ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഇരുന്ന് പഠിച്ചു തീർക്കണമെന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്ത് വെച്ചിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് എന്താണ് ഈ ബാക്ക്ലോഗ്സ് എന്നൊക്കെ പറയും പോലെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, മിസ്സായി പോകും, അല്ലെങ്കിൽ പെൻഡിങ് വരും. ആ പെൻഡിങ് വരുമ്പോൾ ഇങ്ങനെ പെൻഡിങ് കുന്നുകൂടി വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടാകരുത്. നമ്മളൊരു വീക്ക്ലി ടാർഗറ്റ്സ് ഇടുക. ഒരു 5 ഡേയ്സോ ഒരു 7 ഡേയ്സിന്റെയോ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ടാർഗറ്റ് ഇടുക. ആ ഓരോ സബ്ജക്റ്റിലെയും സ്പെസിഫിക് ടോപ്പിക് നമ്മൾ എടുത്തു വയ്ക്കുക. ഇപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ 5 ദിവസത്തിൽ നമ്മൾ പഠിക്കുന്നത് മൊഡ്യൂൾ 1 ഫിസിക്സിന്റെ ടോപ്പിക്, അതുപോലെ മാത്സിന്റെ ടോപ്പിക്, പിന്നെ എന്താണ് കമ്പ്യൂട്ടറിന്റെ ടോപ്പിക്, 3 4 എണ്ണോ. ഓക്കെ. നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന അത്രയും കണ്ടന്റ് ഇടുക. എന്നിട്ട് ഈ 5 ദിവസം കൊണ്ട് അത് തീർക്കുക. 5 ദിവസത്തിൽ എപ്പോൾ വേണോ നിങ്ങൾക്ക് പഠിക്കാം. ഈ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് നിങ്ങൾ തീർക്കുക. ഒരു ദിവസം ഇന്നത് വെച്ച് തീർന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ. അപ്പൊ 5 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും കണ്ടന്റ് പഠിച്ച് തീർക്കും എന്നുള്ള രീതിക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി അപ്പൊ പിന്നെ ഒരു ദിവസം വെറുതെ ഇരുന്നാലും പ്രശ്നമില്ലെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകരുത്. ഒരു ദിവസം നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ആവശ്യകതയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരുക്കുക. കാരണം അവസാനം 5 ദിവസം സ്റ്റഡി പ്ലാൻ, 5ാമത്തെ ദിവസം എല്ലാം കൂടെ പഠിക്കാമെന്നും പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. അപ്പൊ നമ്മുടെ ഈ ഒരു ദിവസത്തെ ബ്രേക്കിംഗ് വന്നാലും തൊട്ടടുത്ത ദിവസം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് അത് നമ്മുടെ ഉത്തരവാദിത്തം. അത് വേറെ ആരും വന്ന് പറഞ്ഞിരുന്നില്ല, അത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ആ സ്റ്റഡി പ്ലാൻ ഒരു ടാർഗറ്റ് ഉണ്ട്, വീക്ക്ലി ടാർഗറ്റ് ഇട്ട് ആ സ്റ്റഡി പ്ലാൻ ദിവസവും പഠിക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് അത് എന്ത് ചെയ്യണം, അതിന്റെ പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യണം. നമ്മൾ പഠിച്ച കാര്യം വെറുതെ പഠിച്ചു മാത്രം വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രയോഗിച്ച് നോക്കിയാലേ നമ്മൾ ആക്ച്വൽ പരീക്ഷയിൽ പോയി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃത്യമായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ആ ടെസ്റ്റുകൾ എന്താണ്, എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്ത് നോക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിവൈസ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഈ പഠിച്ച കാര്യങ്ങൾ 7 ദിവസം നമ്മൾ പഠിച്ചു, ശരി, വീണ്ടും അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണ്. അപ്പൊ ഈ 7 ദിവസം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെ ആവുമ്പോൾ നമ്മൾ മറന്നു പോലെ, പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ മറന്നു പോകും. അങ്ങനെ ഉണ്ടാവരുത്. ഓരോ റിവിഷൻ സ്റ്റഡി പ്ലാനിന്റെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഇടുക, പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും നോക്കിയിട്ട് അതിന്റെ ആൻസർ നോക്കിയിട്ട് പഠിക്കുക എന്നുള്ളതല്ല, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, അവസാനം ആൻസർ നോക്കുക. അപ്പൊ നമുക്ക് എത്രയാണ് അതിൽ കൂട്ടത്തിൽ ഈ പ്രാക്ടീസ് സെഷൻ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കും നമ്മുടെ നിലവാരവും എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുന്നത് അതൊക്കെ മിസ്സാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ആരും ഉപയോഗിക്കും, നമുക്ക് റിവിഷൻ നമുക്ക് ഉപയോഗിക്കും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയില്ല. ഓക്കെ. ഇനി നോക്കിയേ, അതിൽ നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്സും ഇതേ രീതിക്ക് നമ്മൾ കവർ ചെയ്യുക. ഈ 80 ഡേയ്സിലും കവർ ചെയ്യുക. അത് പറഞ്ഞ പോലെ ഒരു 5 ഡേയ്സോ 5 or 7 ഡേയ്സ് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്,
ആ സ്റ്റഡി പ്ലാൻ ഇടാനായിട്ട്. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഡെയിലി നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡെയിലി വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അത് എത്ര സമയം വേണോ നിങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാം. അവിടെ നമ്മൾ ബാരിയർ വയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ബാരിയറിൽ നിന്ന് പുറത്തു വരാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കത്തുള്ളൂ. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പഠിക്കണം. രണ്ടാമത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടെ പറയാൻ പറ്റുന്ന ഏറ്റവും ഇതായിട്ടുള്ളത് അതിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതുക. അതിന്റെ മൈൻഡ് മാപ്സ് സെറ്റ് ചെയ്തിരിക്കുക. മൈൻഡ് മാപ്സ് മീൻസ് ഇപ്പൊ ഇക്വേഷൻസ് ആയാലും ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആയാലും അതുപോലെ കൺസെപ്റ്റ് ആയാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ പിന്നെ ഫുൾ ടെക്സ്റ്റും ഫുൾ കൺസെപ്റ്റും വീണ്ടും വീണ്ടും പഠിക്കേണ്ട ആവശ്യം നമുക്ക് എന്ത് ചെയ്തില്ല വരത്തില്ല. അപ്പോൾ ആ ഷോർട്ട് നോട്ട്സും മൈൻഡ് മാപ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പഠനം കുറച്ചും കൂടെ എളുപ്പമാക്കും. അപ്പോൾ അത് ഹെക്റ്റിക് ആയിട്ടില്ല, ഒരു ഓവർലോഡ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇത് പഠിക്കുമ്പോൾ ഈ സിലബസ് കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് NCERT തന്നെയാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും NCERT ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, കാരണം മിക്ക ക്വസ്റ്റ്യൻസും കൺസെപ്റ്റും വരുന്ന അതിനകത്ത് തന്നെ ഒന്നോ രണ്ടോ ടോപ്പിക്സ് മാത്രമേ ഇതിന് പുറത്തേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഈ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? 80 days കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫുൾ ടോപ്പിക്കും കവർ ചെയ്യണം. ഓക്കെ, ഫുൾ ടോപ്പിക്കും കവർ ചെയ്യുക. ഇപ്പൊ നോക്കി, സ്റ്റഡി പ്ലാൻ 1 ഒരു ഫസ്റ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഒന്ന് നോക്കി, ഒരു സാമ്പിൾ ഞാൻ പറയാം. സ്റ്റഡി പ്ലാൻ, ഒന്നാമത്തെ സ്റ്റഡി പ്ലാൻ, അതായത് ഫസ്റ്റ് സ്റ്റഡി പ്ലാനിൽ ആദ്യത്തെ 5 days ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ എടുക്കുന്നത്. അതിൽ ഫിസിക്സിന്റെ മൊഡ്യൂൾ 1 എടുക്കുക. മൊഡ്യൂൾ 1 ഫുള്ള് നമുക്ക് തീർക്കാൻ പറ്റുന്ന സിമ്പിൾ മൊഡ്യൂൾസ് ഒക്കെ ആണെങ്കിൽ ഫുൾ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. മൊഡ്യൂൾ 1 എടുക്കുക. അതുപോലെ കെമിസ്ട്രിയുടെ എടുക്കുക. കെമിസ്ട്രിയുടെ ഇപ്പൊ എന്താ സൊല്യൂഷൻസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക് നമുക്ക് എടുക്കാൻ പറ്റും മൊഡ്യൂൾ, അല്ലെ? അങ്ങനെയുള്ളത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. ഹെവി ടോപ്പിക് ആണെങ്കിൽ രണ്ടായിട്ട് എന്ത് ചെയ്യുക? 2 സ്റ്റഡി പ്ലാൻ ആയിട്ട് പഠിക്കാം. സ്പ്ലിറ്റ് പഠിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു തീർക്കാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, അഥവാ ഇപ്പൊ ഒരു ഫിസിക്സിൽ നമ്മൾ ഒരു ഹെവി ടോപ്പിക് ഫുൾ മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അന്ന് ആ ഒരു സ്റ്റഡി പ്ലാനിൽ മാത്സോ കെമിസ്ട്രിയോ ഒഴിവാക്കുക. അത് അടുത്ത സ്റ്റഡി പ്ലാനിൽ അത് കവർ ചെയ്യാം. ഓക്കെ, ഇവിടെ മാത്സിനകത്ത് നമുക്ക് ഏതെടുക്കാം? നമ്മുടെ QAയുടെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. പെർസെന്റേജും അതുപോലെ നമ്പേഴ്സും ടൈം ആൻഡ് ഡിസ്റ്റൻസും ടൈം ആൻഡ് വർക്ക് ഒക്കെ വരുന്ന ടോപ്പിക്സ് ഉണ്ട്. അത് യൂസ് ചെയ്യാം. ഓക്കെ, ശരി. ഇത് കഴിഞ്ഞു. 3 എടുത്താൽ മതി. അടുത്ത 4 വേണമെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന രീതിക്ക് അത് 5 or 7 days എന്നുള്ള രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഓരോ സ്റ്റഡി പ്ലാനും കവർ ചെയ്ത് എത്ര ദിവസത്തേക്ക് അത് എയിം ചെയ്ത് പോകണം? 80 daysലേക്ക് എയിം ചെയ്ത് പോകണം. ഫുൾ ടോപ്പിക്കും കവർ ചെയ്യണം. ഇതിനിടയ്ക്ക് ചിലപ്പോൾ 2 സ്റ്റഡി പ്ലാൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിലേക്ക് കൊണ്ടുവരണം? റിവിഷൻ ചെയ്യണം കേട്ടോ. റിവിഷൻ ചെയ്യാതിരിക്കരുത്. ലാസ്റ്റ് കൊണ്ടിട്ട് റിവിഷൻ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ വരും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റ് വരത്തില്ല. ഓക്കെ, നമ്മൾ കോൺഫിഡൻസ് പോകുമ്പോഴാണ് നമുക്ക് ഈ മറന്നു പോകാനുള്ളത്. നമുക്കൊരു പേടി വരും. പേടി വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? മറന്നു പോകും കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെന്റ് ട്രാക്കർ നിങ്ങൾ ഓരോ സമയത്തും ചെയ്യുക. അച്ചീവ്മെന്റ് ട്രാക്കർ മീൻസ് നമ്മൾ എവിടം വരെ എത്തി, എത്രത്തോളം കവർ ചെയ്തു, ഇത് ഓക്കെ ആവുന്നുണ്ടോ, ആ ഒരു രീതിക്ക് വേണം. അല്ലെങ്കിൽ എവിടെയാണ് ഇനി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു രീതിക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? അത് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ഇതേ രീതിക്ക് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് നോക്കി. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തെന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല. അത് ചെയ്യാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഈ ഒരു 80 days എഫക്റ്റീവ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 5 days 7 days ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഇടയ്ക്ക് 2 ദിവസം എന്ത് ചെയ്യുക? റിവിഷന് ഒരു 2 സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ 3 സ്റ്റഡി പ്ലാനോ വരുമ്പോൾ 2 ദിവസം വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ടും കൂടെ ഇത് ചെയ്യുക. എക്സാം എഴുതണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏറ്റവും അതിന്റെ പഠിച്ചാൽ മാത്രം പോരല്ലോ, പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പൊ എക്സാംസ് എഴുതുന്നതും നമുക്ക് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അപ്പൊ ഇനി പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി നേടാൻ പറ്റും. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ കിടിലം ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കോഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഇതിന്റെ സ്റ്റഡി പ്ലാൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റുഡൻസിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് വളരെയധികം യൂസ്ഫുൾ ആണ്. അവരത് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മോക്ക് ടെസ്റ്റ് ഉണ്ട്, റിവിഷൻ ക്ലാസ് ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ മൈൻഡ് മാപ്സ് ഉണ്ട്, അതുപോലെ റെക്കോർഡ് സെഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് വർക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ ഏത് സമയത്ത് വേണം അവരൊക്കെ ആക്സസിബിൾ ആണ്. അതൊന്നും പ്രശ്നമില്ല. PYQ സെഷൻസും ക്ലാസ് ബേസ്ഡ് നോട്ട്സും ഹാൻഡ് റിട്ടൺ നോട്ട്സും ലൈവ് മോക്ക് ടെസ്റ്റും ഉണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഗ്യാപ്പ് വന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒത്തിരി കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ ടോപ്പിക്കും സിലബസും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ബേസിക് ലെവലിലുള്ള കൺസെപ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബേസിക് ലെവൽ ഇല്ലാതെ ഡയറക്റ്റ് സിലബസിലേക്ക് കയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തില്ല? പഠിക്കാൻ പറ്റത്തില്ല, കണക്ഷൻ പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ സബ്ജക്ട് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്സിന്റെയും ഒക്കെ ബേസിക് ലെവൽ ക്ലാസ്സസും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്താണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇനിയുള്ള ദിവസം ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. 80 ഡേയ്സ് നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാം. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 7907343478 ആയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഓൾ.